ുന്നവരുടെയും നമസ്കരിക്കാൻ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ എണ്ണം കൂടും. പക്ഷെ അതിൽ നിസ്കരിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സഹാബിയുടെ കാലിൽ അമ്പ് കൊണ്ടപ്പോൾ അവരത് വലിച്ചൂരാന്ന് ഉടനെ പറഞ്ഞു, എനിക്ക് വേദനിച്ചിട്ട് വയ്യ, നിങ്ങൾ എന്നെ തുടരുത്. ഇതിപ്പോൾ എങ്ങനെയൊന്ന് വലിച്ചൂരാഞ്ഞാൽ ഇത് മുറി ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത ബാങ്കിൻ്റെ ടൈം ആയല്ലോ, അടുത്ത ബാങ്ക് കൊടുക്കട്ടെ. ഞാൻ ആ ബാങ്കിൽ നിൽക്കും, അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഞാൻ കൈ കെട്ടിങ്ങനെ നിൽക്കും. ആ സമയം മുതൽ ഞാൻ എൻ്റെ ശരീരബോധത്തിൽ ഉണ്ടാവില്ല. എൻ്റെ മനസ്സുയർന്ന് അങ്ങ് ദൂരെ എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ നാഥനെ പ്രണമിക്കുമ്പോൾ, അവിടെ ഞാൻ നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാല് വെട്ടിയെടുത്താൽ ഞാൻ അറിയില്ല, പിന്നെയല്ലേ അപ്പം നിങ്ങൾ വലിച്ചൂരിക്കോളി എന്ന് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള സഹാബിമാർ അത് വലിച്ചൂരിയപ്പോൾ ഒരു ചെറിയ വേദനയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ അനുചരൻ നമസ്കാരം തുടർന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളൊക്കെ അല്ലാഹു ഒക്കെ പറഞ്ഞിടത്ത് കെട്ടുമ്പോഴാണ് നമുക്ക് എവിടെ അയ്യോ താക്കോൽ അവിടെയാണ് വെച്ചെന്ന് ഓർമ്മയില്ലല്ലോ, ഇന്നും മറന്ന് ഇപ്പം എന്താ കാട്ട്, ഇന്നലെയും പഞ്ചാര കൊണ്ടുവരാൻ മറന്നിരിക്കണം, ഇന്നും പഞ്ചാര കൊണ്ടുവരലുണ്ടാവില്ല. ഇതൊക്കെയാണ് എന്തെല്ലാം അപ്പോഴാണ് എന്തെല്ലാം ഹൂറിമാരെണ്ണപ്പോൾ കുറയോ കൂടും, എന്തൊക്കെയാണ് പാവം, ഒരു പ്രശ്നമല്ല. ഇതൊക്കെ അപ്പോഴേക്കും സലാം വീട്ടിയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ദൈവത്തിലോണം പോയി അന്ന്, കട വരെ പോയി അന്ന്, വീട്ടിൽ ഭാര്യൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി അന്ന്, നാട്ടിൽ കൂടെ ആരൊക്കെ മോഹിച്ചടക്കുന്നുണ്ടോ ഓരോ കൂടെയൊക്കെ ഒന്ന് പോയി അന്ന്. പച്ചക്കറിക്ക് നാളെ ഇപ്പോൾ തക്കാളിക്ക് വില 10 റുപ്യ 20 ഇപ്പം എന്താ കെട്ടുക? അത് ഞാൻ കണ്ടിരിക്കണ. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഗൾഫിലൊക്കെ പോയ നിങ്ങളൊക്കെ അറിയാലോ, അറബികൾ കാട്ടണം. അറബികൾ മോശമായതുകൊണ്ട് പറയുന്നുണ്ടോ, ഒരു ജാതിന് നമ്മൾ മോശം പറയരുത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ആരോ അയച്ചു തന്നു. ഞാനിത് പറഞ്ഞപ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഇമാമാണ്, അദ്ദേഹം പോലും ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കിട്ടുമല്ലോ അതിൻ്റെ ഇടയിൽ, നിസ്കാരത്തിൻ്റെ സമയത്തെങ്കിൽ. എത്രയോ വർഷം ഞാൻ കണ്ടിരിക്കണം. കാരണം ഞാൻ അറബ് നാടുകളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ചില സംവിധാനത്തിൽ എല്ലാവർക്കും പള്ളിയിൽ കയറിയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഇവർ നിസ്കരിക്കണമൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്നാൽ നിസ്കരിക്കണില്ല? അൽസലാ ഞാൻ പറഞ്ഞില്ല, ഞാൻ കാഫിർ എന്നൊക്കെ പറഞ്ഞു. ആ ശരി ശരി അവിടെ ഇരുന്നോ. കാഫിർ അൽ ഹിന്ദി കാഫിർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തോ ദീനും അതൊന്നും ഇല്ലാത്തവനാണ്. പിന്നെ എന്താ വെച്ച് ഭക്ഷണത്തിന് വന്നതാണ് അറിയുന്നത്. ആ എന്നാൽ ശരി. അപ്പം അതിൻ്റെ ഇടയിലുണ്ട്, നോമ്പാണ്, നോമ്പിൻ്റെ സമയത്താണ് അവിടെ വെച്ച് എന്താ ഇപ്പോൾ കാട്ട്. അറബികളോടെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ കരുതി ഇതൊക്കെ ഇനി നമ്മളെ നാട്ടിൽ ഇറക്കുമതി ഉണ്ടാകും. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഹാഫിളുകളായുള്ളവരാണ്, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് സൂറത്തുകളൊക്കെ വലിയ സൂറത്തുകളൊക്കെ അറിയുന്നവരാണ് നിസ്കാരത്തിനൊക്കെ മുമ്പിട്ട് നിൽക്കുക. ഇപ്പം ഞാൻ കണ്ട വീഡിയോയിൽ മൂപ്പർക്ക് മുഴുവൻ ഓതാൻ കിട്ടണില്ല. അപ്പം ഇങ്ങനെ ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഡൗൺലോഡ് ചെയ്തതാണ് വായിക്കുന്നത്, ചൊല്ലണത്. ബാക്കിയുള്ളവരൊക്കെ കണ്ണടച്ചിരിക്കുകയായിരിക്കും. അപ്പം മൂപ്പര് മാത്രം അങ്ങനെ സൂറത്തുൽ യാസീനൊന്നും അവിടെ പോകുന്നുണ്ടാവില്ല. അപ്പം ഞാൻ കരുതി ഇതിനേക്കാളും നല്ല ഞാൻ സൂറത്തുൽ ബക്രയും സൂറത്തുൽ യാസീനൊക്കെ ഞാൻ കാണാപ്പാടം ചൊല്ലും. അല്ല അത് മതിയല്ലോ, വലിയ സൂറത്തുകളൊക്കെ മതിയല്ലോ. അപ്പം എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? അനുയായിയാണോ അനുചരനാണോ? ദൈവമേ, ഞാനൊക്കെ വിശ്വസിക്കുന്നതായ സംഹിതയിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ മതത്തിൻ്റെ അനുചരനാക്കി മരിപ്പിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഈ ലോകത്തിലേക്ക് അയച്ചു തന്ന കാരുണ്യത്തെ അതുപോലെ ലോകത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയണേ, ഞങ്ങളെ ജീവിതം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞങ്ങളിൽ നിന്നൊരു നല്ല പ്രവൃത്തിയായി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ നാട്ടിലും 10 മണിക്കൊക്കെയാണ് നിർത്തേണ്ടത്. അപ്പോൾ ഏതായാലും ഇനി അധികം സമയമൊന്നുമില്ല. ഇവിടുത്തെ പോലീസുകാരും 10 മണി എന്നൊക്കെ ആയിരിക്കും പണ്ടുണ്ടാകുക. പിന്നെ എന്തായാലും